പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 16 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടക്കം 1857 വരെ എന്ന 16ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 167ാമത്തെ പേജിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, ഡിസ്കസ് ഇറ്റ്സ് റിസൾട്ട്. സൈനിക സഹായ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇതിൽ ഫസ്റ്റ് നമ്മൾ സൈനിക സഹായ വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യയിൽ ഒരു പരമാധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ വെല്ലസി പ്രഭുവാണ് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് തുടക്കം ഇട്ടത്. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ ബ്രിട്ടീഷ് കമ്പനി സഹായിക്കാമെന്ന വ്യാജേന ഇന്ത്യയിൽ പരമാധികാരം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇതിൽ ടെക്സ്റ്റ് നോക്കൂ. സൈനിക സഹായ വ്യവസ്ഥ. ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. ഇത് കൊണ്ടുവന്നത് 1789 ഇന്ത്യയിലെ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ട വെല്ലസി പ്രഭുവാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത്. അദ്ദേഹം തികഞ്ഞൊരു സാമ്രാജ്യത്വവാദിയായിരുന്നു. സാമ്രാജ്യത്വവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു വെല്ലസി പ്രഭു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പരമാധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അന്നത്തെ ഗവർണറായിരുന്ന വെല്ലസി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ ആരംഭിച്ചത്. ഇനി താഴെ അതിൻ്റെ സൈനിക സഹായ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പറയുന്ന നിബന്ധനകൾ. ഒന്നാമത്തെ നോക്കൂ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി തൻ്റെ രാജ്യത്ത് കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തണം. ഈ സൈന്യത്തിൻ്റെ ചിലവ് നാട്ടുരാജാവ് നോക്കണം. ഒന്നാമത്തെ കാര്യം, കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തണം. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കമ്പനി. അപ്പോൾ ബ്രിട്ടീഷ് കമ്പനിയുടെ ഒരു സൈന്യം ആ നാട്ടുരാജ്യത്ത് ഉണ്ടായിരിക്കണം. ആ സൈന്യത്തിൻ്റെ മുഴുവൻ ചെലവും അവിടെയുള്ള രാജാവ് വഹിക്കുകയും വേണം. രണ്ടാമത്തെ കാര്യം, ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നാട്ടുരാജ്യം തലസ്ഥാനത്ത് നിലനിർത്തണം. റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം, അവരുടെ തലസ്ഥാനത്ത് നിലനിർത്തണം. അതുപോലെ കമ്പനിയുടെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കുവാൻ പാടില്ല. ഇന്ത്യയിലുള്ള മറ്റു നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കുവാൻ പാടില്ല. അങ്ങനെ സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ ഒന്നിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ അവർ യുദ്ധം ചെയ്യുകയുമെന്ന് ബ്രിട്ടീഷുകാർക്കറിയാം. അതില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ എന്താക്കാൻ പാടില്ല, സഖ്യം ഉണ്ടാക്കുവാൻ പാടില്ല എന്നൊരു നിബന്ധന മുന്നോട്ട് വച്ചത്. അപ്പോൾ കമ്പനിയുടെ അനുവാദം കൂടാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കുവാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നാട്ടുരാജ്യത്തിൻ്റെ വിദേശ നയം കമ്പനിക്ക് അടിയറവ് വെക്കണം. അതായത് ബ്രിട്ടീഷുകാരൊഴികെയുള്ള മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഈ നാട്ടുരാജ്യം സേവനങ്ങൾ പരസ്പരം പങ്കുവെക്കുവാൻ പാടില്ല. അതായത് വിദേശത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അത് ബ്രിട്ടീഷുകാരുമായി മാത്രമായിരിക്കണം. മറ്റൊരു യൂറോപ്യൻ രാജ്യവുമായിട്ടും ഈ നാട്ടുരാജ്യത്തിന് ബന്ധപ്പെടുവാൻ പാടില്ല. പിന്നെ അതായത് അവർക്ക് വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രിട്ടീഷിലേക്ക് കയറ്റുമതി ചെയ്യുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക. അവരാണ് എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കയറ്റുമതി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലുള്ള പരമാധികാരം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യമുണ്ടായിരുന്നത്.
ഇനി നാലാമത്തെ കാര്യം, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് അയാളുടെ കീഴിലുള്ള സൈന്യത്തെ പിരിച്ചുവിടണം. അതായത് ആ നാട്ടുരാജാവിൻ്റെ കീഴിലുള്ള സൈന്യം ഉണ്ടാകുവാൻ പാടില്ല. പകരം കമ്പനിയുടെ സൈന്യമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള സൈന്യം രാജാവ് പറയുന്നതാണ് അനുസരിക്കുക. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ ഈ സൈന്യം യുദ്ധം ചെയ്യും. അതില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആ രാജാവിൻ്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും അവിടെ കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തുകയും ചെയ്യും. ഇതിനു പകരമായിട്ട് ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സഖ്യരാജ്യത്തെ സംരക്ഷിക്കുന്ന ചുമതല കമ്പനി ഏറ്റെടുത്തു. അതായത് അവിടെയുള്ള രാജാവിൻ്റെ സൈന്യത്തെ പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ ഇനി ആ രാജാവിനെതിരെ ആരെങ്കിലും ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തിന് കമ്പനി പട്ടാളം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനി സൈന്യം എന്ത് ചെയ്യും? അവർക്കെതിരെ യുദ്ധം ചെയ്ത് ഈ നാട്ടുരാജ്യത്തിനെ സംരക്ഷിക്കും എന്നർത്ഥം. ഇനി 168 പേജ് നോക്കൂട്ടോ. സൈനിക സഹായ വ്യവസ്ഥ കമ്പനിക്ക് തികച്ചും ഗുണകരമായിരുന്നു. യുദ്ധം കൂടാതെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുവാൻ വേണ്ടി ഈ വ്യവസ്ഥ ബ്രിട്ടീഷുകാരെ അങ്ങേയറ്റം സഹായിച്ചു. ഒരു യുദ്ധം കൂടാതെ തന്നെ ഒരു എഗ്രിമെൻറ്റിലൂടെ, കരാർ തയ്യാറാക്കുന്നതിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ സഹായിച്ചു എന്നർത്ഥം. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു, വളരെയധികം മോശമായിരുന്നു. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചതോടുകൂടെ അവരുടെ സ്വാതന്ത്ര്യം, അതായത് ആ നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും അതുപോലെ പരമാധികാരവും നഷ്ടപ്പെട്ടു. അവർ ഒരു പേരിന് മാത്രം രാജാവായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ബ്രിട്ടീഷ് റെസിഡൻറ്റുമാർ പലപ്പോഴും ഭരണത്തിൽ ഇടപെടുകയും ക്രമേണ ഭരണാധികാരികൾ അവർക്ക് വിധേയരാവുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലസ്ഥാനത്താർ വേണം? ബ്രിട്ടീഷ് റെസിഡൻറ്റുമാർ വേണം. അതായത് ബ്രിട്ടീഷിലെ ഉന്നത ചുമതലയുള്ള ആളുകൾ നിയമിക്കണം. പിന്നീട് അങ്ങോട്ട് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ഈ ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരായിരുന്നു. ഇങ്ങനെ പതിയെ ആ നാട്ടുരാജാവിൻ്റെ അധികാരം നഷ്ടപ്പെടുകയും ഭരണകാര്യങ്ങളെല്ലാം ഈ ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരാണ് തീരുമാനിച്ചിരുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുവാനുള്ള ഭാരിച്ച ചെലവ് മിക്ക രാജ്യങ്ങളെയും സാമ്പത്തിക തകർച്ച നേരിടുകയും ചെയ്തു. നേരത്തെ പറഞ്ഞല്ലോ, സൈന്യത്തിനെ നിലനിർത്തണം, അതിൻ്റെ ചിലവ് നാട്ടുരാജ്യം വഹിക്കുകയും വേണം. അപ്പോൾ ഈ സൈന്യത്തിനൊക്കെ വേണ്ട ചെലവ് കണ്ടെത്തുവാൻ വേണ്ടി നാട്ടുരാജാവിന് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ചത് ഹൈദരാബാദിലെ നൈസാം രാജാവായിരുന്നു. നൈസാം രാജാവാണ് സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ചത്. അതിനുശേഷം പിന്നീട് പല നാട്ടുരാജ്യങ്ങളും ഈ സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു. അങ്ങനെ വളരെ യുദ്ധമൊന്നും കൂടാതെ, വലിയ ചെലവൊന്നുമില്ലാതെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിക്ക് ഇന്ത്യയിൽ പരമാധികാരം സ്ഥാപിക്കുവാൻ സാധിച്ചു. സൈനിക വ്യവസ്ഥയിലൂടെ കമ്പനിയെ ഇന്ത്യയിലെ പരമാധികാര ശക്തിയാക്കി മാറ്റുവാൻ ഗവർണറായിരുന്ന വെല്ലസി പ്രഭുവിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ. അതിലെ നിബന്ധനകൾ ഒരു 4 പോയിൻ്റെങ്കിലും ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ റേറ്റ് വാരി സിസ്റ്റം. റേറ്റ് വാരി സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ചർച്ച ചെയ്യുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 റവന്യൂ വ്യവസ്ഥകളുണ്ടായിരുന്നു. അതിലൊന്നാണ് റേറ്റ് വാരി വ്യവസ്ഥ. ഇതിന് ശേഷം നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് റേറ്റ് വാരി വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവന്നത്, നടപ്പിലാക്കിയത് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന തോമസ് മൺറോ റീഡർ തോമസ് മൺറോ അതുപോലെ തന്നെ റീഡ്, ഇവർ 2 പേരുമാണ് നടപ്പിലാക്കിയത്. 168 പേജ് നോക്കൂ.
റോട്ട് വാരി സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ് തെക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ റവന്യൂ വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബ്രിട്ടീഷുകാർ തെക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ റവന്യൂ വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. നടപ്പിലാക്കിയത് ആരൊക്കെയാണ്? തോമസ് മൺറോ, റീഡ്. തോമസ് മൺറോ ഒരാളുടെ പേര്, അടുത്തത് റീഡ്, രണ്ടാമത്തെ ആളുടെ പേര് റീഡ്. ഇവർ 2 പേരുമാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി ഇതിൻ്റെ വ്യവസ്ഥകൾ, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കർഷകരും തമ്മിലുള്ള പ്രത്യക്ഷമായ ബന്ധമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരായിട്ടുള്ള പ്രഭുക്കന്മാരെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് റേറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത്. ആദ്യം പ്രഭുക്കന്മാരാണ് ഭൂവുടമകളായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ കർഷകർ ജോലി ചെയ്യുന്നു എന്ന് മാത്രം. പ്രഭുക്കന്മാർ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നത്. റേറ്റ് വാരി സമ്പ്രദായത്തിൽ പ്രഭുക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് കർഷകർക്ക് ഭൂമി നൽകുന്ന സമ്പ്രദായമാണ് റേറ്റ് വാരി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. റേറ്റ് വാരി വ്യവസ്ഥ കർഷകരെ അവർ പണിയെടുത്തിരുന്ന നിലത്തിൻ്റെ ഉടമകളാക്കി മാറ്റി. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് കർഷകരെ മാറ്റി. ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തത്, റേറ്റ് വാരി സമ്പ്രദായത്തിൽ ഗവൺമെൻറ്റും കർഷകരും തമ്മിൽ പ്രത്യക്ഷമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടു. അതായത് ഇടനിലക്കാരില്ലാതെ കർഷകർ ഗവൺമെൻറ്റിന് നേരിട്ട് ടാക്സ് കൊടുക്കുന്ന സമ്പ്രദായം റേറ്റ് വാരി സമ്പ്രദായത്തിൽ വ്യവസ്ഥയിൽ കൊണ്ടുവന്നു. മൂന്നാമത്തെ കാര്യം, റേറ്റ് വാരി വ്യവസ്ഥയിൽ നികുതി നിർണയം ശാശ്വതമായിരുന്നില്ല. കർഷകർ ഗവൺമെൻറ്റിന് നൽകേണ്ട നികുതി നിരക്ക് കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിച്ചു. ഒരു ഫിക്സഡ് നികുതി ആയിരുന്നില്ല. ഓരോ വർഷം കഴിയും തോറും ടാക്സിൻ്റെ പേഴ്സൻറ്റേജ് കൂടി വന്നിരുന്നു. മൂന്നാമത്തെ കാര്യം, ശാശ്വത നികുതി ആയിരുന്നില്ല. കാലാകാലങ്ങളിൽ ടാക്സ് പുതുക്കി നിശ്ചയിച്ചിരുന്നു. നാലാമത്തത്, റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകനെ ഭൂവുടമകളാക്കി പരിഗണിച്ചുവെങ്കിലും യഥാർത്ഥത്തിലുള്ള ഭൂവുടമസ്ഥാവകാശം കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. ഇത് കർഷകരുടെ ഭൂമിയാണ് എന്നൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഒരു തക്കതായ പട്ടയമോ മറ്റു കാര്യങ്ങളൊന്നും കർഷകർക്ക് നൽകിയിരുന്നില്ല. മാത്രമല്ല, മിക്ക പ്രദേശങ്ങളിലും ഉയർന്ന നിരക്കിലാണ് ഇവർ ഭൂനികുതി കണക്കാക്കുകയും ചെയ്തിരുന്നത്. ഇവർക്ക് ഭൂമി സ്വന്തമായി കൊടുത്തു എന്ന് പറയുമ്പോഴും വലിയ ടാക്സാണ് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ പുറമെ ഭൂമിയിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ ആ നിശ്ചയിച്ച ടാക്സ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് കൃഷി നശിച്ചു കഴിഞ്ഞാലും കർഷകർ ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു. കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സാണ് കേട്ടോ. ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഈ റേറ്റ് വാരി സമ്പ്രദായത്തിൽ ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നത്. മാത്രമല്ല, റേറ്റ് വാരി വ്യവസ്ഥ കർഷകൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് അവരുടെ അവസ്ഥ മോശമാകുകയും ഗവൺമെൻറ്റിന് ഇതിൻ്റെ ലാഭം ലഭിക്കുകയും ചെയ്തു. അതായത് കർഷകർക്ക് കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ ടാക്സ് കൊടുക്കേണ്ട സാഹചര്യമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇതാണ് തോമസ് മൺറോയും റീഡും നടപ്പിലാക്കിയ റേറ്റ് വാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 169 പേജിൽ വാട്ട് വാസ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്തെന്ന് വ്യക്തമാക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടു കൂടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു പരമാധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണകാര്യങ്ങൾ, വ്യാപാരം, സൈനിക കാര്യങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ധാരാളം
പണം അവർക്ക് ആവശ്യമായി വന്നിരുന്നു. അതുകൊണ്ട് ഇതിനാവശ്യമായ പണം ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തുവാൻ അവർ നിർബന്ധിതരായി. ഇതിനു വേണ്ടിയിട്ട് അന്നത്തെ ജനറലായിരുന്ന 1793 ആ കാലഘട്ടങ്ങളിലെ ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇനി ഇതിൻ്റെ സവിശേഷതകളും ഫലങ്ങളും അവ കൂടെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത് കേട്ടോ. 169 പേജിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ഇത് നടപ്പിലാക്കിയത്. ബംഗാളിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിച്ചതോടുകൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചു. ധാരാളം സമ്പത്ത് വരുവാൻ അവർക്ക് തുടങ്ങി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭരണകാര്യങ്ങൾ, വ്യാപാരം, സൈനികം തുടങ്ങിയ കാര്യങ്ങൾക്കും അവർക്ക് പണം ധാരാളം ആവശ്യമായി വന്നിരുന്നു. അപ്പോൾ ഇതിനുള്ള വരുമാനം ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അതിനവർ നിർബന്ധിതരാവുകയും ഇതിനു വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അതിൻ്റെ ഭാഗമായി വിവിധ മാർഗങ്ങളിലൂടെ പരമാവധി റവന്യൂ സംഭരിച്ചെടുക്കുവാൻ അവർ പല നയങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. വരുമാനം ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വരുമാനം ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പല രീതിയിൽ മാക്സിമം വരുമാനം സംഭരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ പല നയങ്ങളും ആവിഷ്കരിച്ചു. അവയിലൊന്നായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഭൂനികുതിയിലൂടെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂ വരുമാനം അസ്ഥിരമായിരുന്നു. അതായത് ഒരു സ്ഥിര വരുമാനം അല്ലായിരുന്നു. ഈ വർഷം കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ ടാക്സ് കൂടുതൽ ലഭിക്കും. അതുപോലെ കൃഷിയിൽ നിന്ന് വരുമാനം കുറവായിക്കഴിഞ്ഞാൽ ടാക്സ് കുറയുകയും ചെയ്യും. പക്ഷേ ഇവരുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടെയുള്ള ചെലവ് സ്ഥിരമായിരുന്നു അല്ലേ. അവർ അത്രത്തോളം സൈനികരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ചെലവ് സ്ഥിരമായിട്ട് ഒരു ചിലവുണ്ട്. പക്ഷേ വരുമാനം അസ്ഥിരമായത്, അതായത് ചിലവ് എന്ത് ചെയ്യാം, ചില വർഷങ്ങളിൽ കൂടാം, ചില വർഷങ്ങളിൽ കുറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇല്ലാതെയാക്കിയിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഇന്ത്യയിൽ നിന്ന് ലഭിക്കണം. അപ്പോഴേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചെലവുകൾ വളരെ കൃത്യമായി കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഭൂനികുതിയിലൂടെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂ വരുമാനം അസ്ഥിരമായിരുന്നു. അതിനാൽ ഒറ്റ നികുതി രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നതിന് കമ്പനി നിർബന്ധിതരായി. ഇങ്ങനെ സ്ഥിരവും ശാശ്വതവുമായ റവന്യൂ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കമ്പനി ആവിഷ്കരിച്ച ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. സ്ഥിരവും ശാശ്വതവുമായ റവന്യൂ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കമ്പനി ആവിഷ്കരിച്ച ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി ഇത് കൊണ്ടുവന്നത് 1793 അന്നത്തെ ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വർഷം 1793, നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു കേട്ടോ. ഇനി ഭൂനികുതി വ്യവസ്ഥ ആദ്യം കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. ജമീന്ദർമാരും കരം പിരിവുകാരും ഭൂവുടമകളായി മാറി. ജമീന്ദർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലെ ഭൂമി കൈവശം വെച്ച ആളുകളെയാണ് ജമീന്ദർമാർ എന്ന് പറഞ്ഞിരുന്നത്. ഭൂവുടമകൾ എന്ന് പറയും. കരം പിരിവുകാർ, അതായത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സ് പിരിച്ചിരുന്ന ആളുകളാണ് കരം പിരിവുകാർ. അപ്പോൾ ജമീന്ദർമാരും കരം പിരിവുകാരും ഭൂവുടമകളായി മാറി.
അവർ നികുതി പിരിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥരായി പ്രഖ്യാപിക്കപ്പെട്ടു. അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അവർക്ക് വിൽക്കുവാനോ അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുവാനോ ഉള്ള അധികാരം ജമീന്ദർമാർക്കും കരം പിരിവുകാർക്കും നൽകിയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം 170 പേജിൽ ജമീന്ദർമാർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട സംഖ്യ സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ടു. അതായത് പിരിച്ചെടുക്കുന്ന നികുതിയുടെ 11/10 ഭാഗവും ഗവൺമെൻറ്റിന് നൽകണം. അപ്പോൾ എത്രയാണോ ടാക്സ് ലഭിച്ചിരിക്കുന്നത് അതിനെ 11 ഭാഗമാക്കുകയും അതിലെ 10 ഭാഗം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ബാക്കി 1 ഭാഗം മാത്രമേ അവർക്ക് എടുക്കുവാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള 1 ഭാഗം ജമീന്ദർമാർക്ക് സ്വന്തമായി എടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ജമീന്ദർമാരുടെ ഭൂമിയിൽ നിന്നുള്ള പാട്ടം ഏതെങ്കിലും കാരണവശാൽ വർദ്ധിക്കാനിടയായി കഴിഞ്ഞാൽ വർദ്ധിച്ച സംഖ്യ ഗവൺമെൻറ്റിന് നൽകാതെ അയാൾക്ക് സ്വന്തമായി എടുക്കാം. അപ്പോൾ ഇനി ഈ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന 10 ഭാഗം അതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചുവെങ്കിൽ അത് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. 10 ഭാഗം കൊടുത്താൽ മതി. കൂടുതലുള്ള ഭാഗം ആർക്കെടുക്കുവാൻ സാധിക്കും? ഈ ജമീന്ദർമാർക്ക് എടുക്കുവാൻ സാധിക്കുമായിരുന്നു. ഇനി മറ്റൊരു കാര്യം, അതേസമയം കൃഷി തകർച്ച മൂലമോ മറ്റോ പാട്ടത്തിൽ കുറവുണ്ടായിക്കഴിഞ്ഞാലും ഗവൺമെൻറ്റിന് നൽകേണ്ട നികുതി അയാൾ കൃത്യമായി അടയ്ക്കണമായിരുന്നു. അതായത് എത്രയാണോ ടാക്സ് കണക്കാക്കിയിരുന്നത് അതിൽ എന്തെങ്കിലും കാരണവശാൽ കൃഷി നാശം, മഴ മൂലമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മൂലം കൃഷി നശിച്ചു കഴിഞ്ഞാലും ഈ ജമീന്ദർ അല്ലെങ്കിൽ കരം പിരികൊടുക്കുന്ന ആളുകൾ എന്ത് കൊടുക്കണം? ടാക്സ് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കണമായിരുന്നു. പിന്നെ മറ്റൊന്ന്, അതിൽ വീഴ്ച വരുത്തിയാൽ അവരുടെ ഭൂമി ഗവൺമെൻറ് പിടിച്ചെടുത്ത് വിൽക്കുമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള ടാക്സ് കണക്കാക്കി കഴിഞ്ഞാൽ അതിൽ വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഈ ജമീന്ദർമാരും അതുപോലെ കരം പിരിവുകാരൊക്കെ എന്ത് ചെയ്യണം? ടാക്സ് കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു. അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന പക്ഷം ഗവൺമെൻറ് അവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ഫലങ്ങളാണ് പറയുന്നത്. 170 പേജിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കർഷകനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. കർഷകർക്ക് കൃഷിഭൂമിയിലുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നഷ്ടമായി. അവർ വെറും കുടിയാന്മാരായി മാറി. ഇപ്പോൾ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് ജമീന്ദർമാരാണ്. ഉടമസ്ഥരാരാണ്? ജമീന്ദർമാരാണ്, ഭൂവുടമകളാണ്. പക്ഷേ അതിൽ ജോലി എടുക്കുന്ന ആളുകൾ ആരായിരുന്നു? കർഷകരായിട്ടുള്ള ആളുകളായിരുന്നു. ഈ കർഷകർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തെ തന്നെ ഈ ഒരു വ്യവസ്ഥ സാരമായി വലിയ രീതിയിൽ ബാധിച്ചു. അവരുടെ ഭൂമിയിലുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടമാവുകയാണ് ചെയ്തത്. ജമീന്ദർമാരും കുടിയാന്മാരും തങ്ങളുടെ രേഖാമൂലമുള്ള കരാറുകൾ ഉണ്ടാക്കിയെങ്കിലും കൃഷിഭൂമിയുടെ വിസ്തൃതി, കർഷകർ കൊടുക്കേണ്ട നികുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കരാറിൽ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ഈ കരാറുകളൊന്നും അവർ പാലിക്കപ്പെട്ടില്ല. അതായത് കൃഷിഭൂമിയിൽ നിന്ന് വരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും കർഷകർ ജമീന്ദർമാർക്ക് ടാക്സ് കൊടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കർഷകർ വരുമാനമില്ലാതെ ടാക്സ് കൊടുക്കാൻ പരാജയപ്പെട്ടപ്പോൾ അവർ ഒരു വരുമാനവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു കൂലിയോ മറ്റ് മെച്ചമൊന്നുമില്ലാണ്ട് കുടിയാന്മാരായിട്ട് ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് അവർക്ക് പിന്നീട് ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം, കർഷകരിൽ നിന്ന് വൻ തുക ഈടാക്കുവാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ജമീന്ദർമാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കണക്കാക്കിയത്.
കർഷകർ പല സമയങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയും അവരെ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. കാരണം കർഷകർക്ക് ഈ ഒരു വരുമാനം അല്ലെങ്കിൽ ഈ ഒരു കാർഷിക വൃത്തി അല്ലെങ്കിൽ കാർഷിക ജോലി ഇല്ല എങ്കിൽ ജീവിക്കാൻ തന്നെ മറ്റൊരു മാർഗം ഇല്ല. വരുമാനമൊന്നും വേണ്ട, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ. അത് ആലോചിച്ചിട്ട് പല കർഷകരും ഇവരുടെ പീഡനം സഹിച്ച് ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു. ഇനി മറ്റൊന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് പ്രയോജനമുണ്ടായത് ജമീന്ദർമാർക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഒരു നിത്യ ദാരിദ്ര്യമാണ് ഉണ്ടായിരുന്നത്. ഓരോ ദിവസം ജോലി കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ മാസാവസാനം കൂലിയായിട്ട് കൊടുക്കുമ്പോൾ ജമീന്ദർമാർ എന്താണോ അവർക്ക് കൊടുത്തത് അത് വാങ്ങി സ്വീകരിക്കുക. അല്ലാണ്ട് തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് കർഷകർക്ക് ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം 171 പേജിൽ നോക്കൂ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് ജമീന്ദർമാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കൊല്ലം തോറും ഒരു നിശ്ചിത തുക ഗവൺമെൻറ്റിന് കൊടുക്കുവാൻ അവർ നിർബന്ധിതരായിരുന്നു. ആ ഒരു പ്രശ്നം ജമീന്ദർമാരും നേരിട്ടിരുന്നു. അപ്പോൾ ഒരു ഫിക്സഡ് നികുതിയാണല്ലോ. പിന്നെ ചില ആ ഫിക്സഡ് നികുതിയാണ്, അതായത് ഒരു വർഷത്തിൽ ഇത്ര രൂപ അവർ ജമീന്ദർമാരെന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. അപ്പോൾ ഭൂമിയിൽ നിന്ന് ജമീന്ദർമാർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് എങ്കിലും ഈ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സ് അത് അവർ നിർബന്ധിതരായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വന്നിരുന്നു. ഇത് പലപ്പോഴും ജമീന്ദർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ജമീന്ദർമാർ ഭൂവുടമകളായിട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒരു വിഭാഗം ജമീന്ദർമാർ മോശക്കാരായിരുന്നു. മോശക്കാർ മീൻസ് അവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതേസമയം ഒരു വിഭാഗം ജമീന്ദർമാർ വലിയ സമ്പന്നരായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഭൂവുടമകളായി എങ്കിലും പല ജമീന്ദർമാരുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ഉയർന്ന ഭൂനികുതി നൽകുവാൻ കഴിയാതെ പല ജമീന്ദർമാരും തകർന്നുപോയി. നികുതി അടക്കുന്നതിൽ വീഴ്ച വരുത്തിയ ജമീന്ദർമാരുടെ ഭൂമി സർക്കാർ കണ്ടുകെട്ടുകയും അത് മറ്റുള്ള ജമീന്ദർമാർക്ക് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല വെള്ളപ്പൊക്കം, വരൾച്ച, ക്ഷാമം തുടങ്ങിയ അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും ജമീന്ദർമാരെ സ്ഥിതി അങ്ങേയറ്റം മോശമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ജമീന്ദർമാർ വളരെ ബുദ്ധിമുട്ട് സഹിച്ചിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ശാശ്വത ഭൂനികുതി കൊണ്ട് ഒരു വിഭാഗം ജമീന്ദർമാർ സമ്പന്നരായി മാറുകയും ചെയ്തു. ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്ക് ലഭിക്കുകയും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും ബാക്കി നല്ലൊരു വരുമാനം ലഭിച്ചിരുന്ന ജമീന്ദർമാരും ഉണ്ടായിരുന്നു. അവർ സമ്പന്ന വിഭാഗമായിട്ട് മാറുകയും ചെയ്തു. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതിന് പിന്നിൽ ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയവും സാമ്പത്തികവും ഭരണപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കമ്പനിയോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്ന പുതിയൊരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് ഈ ജമീന്ദർമാരായിട്ടുള്ള ആളുകൾ അവർക്ക് വരുമാനത്തിനുള്ള മാർഗം ഉണ്ടാക്കുകയും അവരെ ബ്രിട്ടീഷ് കമ്പനിയുടെ ഒരു ഭാഗമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വർഗം ബ്രിട്ടീഷ് കമ്പനിയുടെ അധീനതയിൽ വരും. അവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് വരും. അപ്പോൾ ഇന്ത്യയിലുള്ള ഭരണം അവർക്ക് എളുപ്പമാകും. ആ ഒരു ലക്ഷ്യം കൂടെ ബ്രിട്ടീഷ് കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇനി സാമ്പത്തിക സുരക്ഷിതത്വം നേടുക എന്നുള്ളതായിരുന്നു കമ്പനിയുടെ മറ്റൊരു ഉദ്ദേശം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈനികപരമായിട്ടും വ്യാപാരപരമായിട്ടും വാണിജ്യപരമായിട്ടൊക്കെ ധാരാളം ചെലവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തണം. ആ ഒരു ലക്ഷ്യം കൂടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഇവർ മുന്നോട്ട് വച്ചിരുന്ന മറ്റൊരു ഉദ്ദേശമായിരുന്നു, മറ്റൊരു ലക്ഷ്യമായിരുന്നു.
ഇനി ഭൂനികുതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അവസാനിപ്പിച്ച് വരുമാനം ഉറപ്പുവരുത്തുവാനും ഇതിലൂടെ അവർക്ക് സാധിച്ചിരുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടായത് ആർക്കാണ്? ബ്രിട്ടീഷ് കമ്പനിക്കാണ്. കാരണം അവർക്കൊരു സ്ഥിരമായിട്ടുള്ള വരുമാനം ലഭിക്കും. വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലില്ലാതെ അവരുടെ നിശ്ചിതമായിട്ടുള്ള ചിലവുണ്ടല്ലോ, അതിനെ ചിലവുകൾ നടത്തിക്കൊണ്ടുപോകുവാനുള്ള സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലൂടെ ലഭ്യമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശാശ്വത ഭൂനികുതിയുടെ വ്യവസ്ഥകൾ. കർഷകരായിട്ടുള്ള ആളുകൾ പരിപൂർണമായിട്ട് അവർ ദാരിദ്ര്യത്തിലേക്ക് പോയി. ജമീന്ദർമാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പ്രയാസം അനുഭവിച്ചു, ഒരു വിഭാഗം ആളുകൾ സമ്പന്നരായി മാറി. ഇതുകൊണ്ട് പരിപൂർണമായ ഗുണമുണ്ടായത് ബ്രിട്ടീഷ് കമ്പനിക്കാണ്. ഓക്കെ.